ഇപ്രാവശ്യത്തെ തൊഴിൽ വാർത്തയാണ് നവംബർ 29. അതിലെ കറണ്ട് അഫെയർസ് സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. കറണ്ട് അഫെയർസ് സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു സെപ്റ്റംബർ നവംബർ മാസത്തിലൊക്കെ കറണ്ട് അഫെയർസ് ആയിരുന്നു ഇത്. നമുക്ക് അടുത്തതെന്ന് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിൽ വാർത്ത എടുക്കുക, അതിൻ്റെ ഒപ്പം പഠിക്കുക. ഓക്കെ, പാഠപുസ്തകത്തിലൂടെയാണ് പറയുന്ന കാര്യങ്ങൾ. ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിരിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ മനുഷ്യാവകാശ പ്രഖ്യാപനം. ദേശീയ സഭ ഫ്രാൻസിനായിട്ട് തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിരിക്കുന്നതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. സ്വാതന്ത്ര്യവും അവകാശങ്ങളിൽ തുല്യമുള്ളവരുമായിട്ടുള്ള മനുഷ്യൻ ജനിക്കുന്നതും ജീവിക്കുന്നതും ഇങ്ങനെ പ്രസ്താവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് ഭരണഘടനയിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ എന്താ ഫ്രാൻസ് ഭരണഘടനയിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം പറയുന്നത്? സ്വാതന്ത്ര്യവും അവകാശങ്ങളിൽ തുല്യതയുള്ളവരായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഏത് സംഭവത്തിൻ്റെ ഒരു പ്രധാന ഫലമാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ. ഫ്രഞ്ച് വിപ്ലവാനന്തരം ദേശീയ സഭ പുറത്തിറക്കിയ പുതിയ കടലാസ് കറൻസി ഏതെന്ന് ചോദിച്ചാൽ അസൈനാറ്റ്. ദേശീയ സഭ പുറത്തിറക്കിയ കടലാസ് കറൻസിയാണ് അസൈനാറ്റ്. ഫ്രഞ്ച് ദേശീയ സഭയുടെ സ്ഥാനത്ത് 1792 നിലവിൽ വന്ന പുതിയ ഭരണസമിതി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ കൺവെൻഷൻ. ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്ത സംവിധാനമാണ് നാഷണൽ കൺവെൻഷൻ. നാഷണൽ കൺവെൻഷൻ അപ്പോൾ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. 1792 നിലവിൽ വന്ന പുതിയ ഭരണസമിതിയാണ് നാഷണൽ കൺവെൻഷൻ എന്നും, അതുപോലെ ലൂയി 16 വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള സംവിധാനം ചെയ്തതും നാഷണൽ കൺവെൻഷൻ ആണെന്നാണ് പറയണത്. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ജാക്കൂബിനുകളാണ് കേട്ടോ. യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടാനായി രൂപവൽക്കരിച്ച സംവിധാനമാണ് പൊതുരക്ഷാ സമിതി. യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഒരു സ്ഥിതിവിശേഷം നേരിടാനായി രൂപവൽക്കരിച്ച സംവിധാനമാണ് പൊതുസുരക്ഷാ കമ്മിറ്റി. ഏത് സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലാണ് പാരീസിൽ അതിഭീകരമായ ഭരണം അരങ്ങേറിയത്? പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ. ഏത് സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലാണ് പാരീസിൽ അതിഭീകരമായ ഭരണം അരങ്ങേറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ. പാരീസ് നഗരത്തിൻ്റെ ഭാഗത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ആരെല്ലാന്ന് വെച്ചാൽ ടാൻഡൻ, ഹെബർട്ട്, മറാട്ട്, റോബിസ്പിയർ. രാജ്യദ്രോഹികളെ ഇന്ന് മുദ്രകുത്തി ദിനം പ്രതി കാരാഗൃഹത്തിലടച്ച ആയിരക്കണക്കിന് ജനങ്ങളെ കൊണ്ട് ജയിലുകൾ നിറച്ചപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിലേക്ക് വെച്ച് കൊലപ്പെടുത്തിയ കുപ്രസിദ്ധ സംഭവം അറിയപ്പെടുന്നതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല. നമുക്ക് എത്ര നീചമായ പ്രവൃത്തിയാണ്. അതായത് രാജ്യദ്രോഹികളെ നിന്ന് കുത്തി ദിനം പ്രതി കാരാഗൃഹത്തിൽ അടച്ചവരെ ആയിരക്കണക്കിന് ജനങ്ങളെ കൊണ്ട് ജയിലിൽ നിറച്ചിരുന്നപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500 പേരെ പാരീസിലെ തെരുവുവിളക്കുകളിൽ വെച്ചിട്ട് കൊലപ്പെടുത്തി. അതിനെ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്നത്. പാരീസിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത് കേട്ടോ. നിലവിലെ കലണ്ടർ ഉപയോഗിച്ച് ഫ്രാൻസിലെ വിപ്ലവകാരികൾ നടപ്പിലാക്കിയ പുതിയ കലണ്ടറാണ് വിപ്ലവ കലണ്ടർ. ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 ഒക്ടോബറിൽ നിലവിൽ വന്നിട്ടുള്ള കലണ്ടറാണ് ഇത് വിപ്ലവ കലണ്ടർ. ഫ്രാൻസിലെ വിപ്ലവമാക്കി മാറിയ ഏത് ദിവസമാണ് വിപ്ലവ കലണ്ടർ തുടങ്ങിയത്? 1792 സെപ്റ്റംബർ 22. ഇതൊരു വിപ്ലവ കലണ്ടർ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെപ്റ്റംബർ കൂട്ടക്കൊല ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. വിപ്ലവ കലണ്ടർ 7 ദിവസത്തിനുള്ളിൽ 6 ആഴ്ചയ്ക്ക് പകരമായി ഉണ്ടായിരുന്നത് എന്ത്? 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളാണ് ഉള്ളത്. എന്നുവരെയാണ് വിപ്ലവ കലണ്ടർ ഫ്രാൻസിൽ പ്രചാരത്തിലുണ്ടായിരുന്നത്? വിപ്ലവത്തിൻ്റെ 12ാം വർഷം വരെ. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഉയർന്നു വന്ന രാഷ്ട്രീയ സാമൂഹിക വിഭാഗം അറിയപ്പെടുന്നതാണ് ജാക്കോബിനുകൾ. ഈ വിഭാഗം ജാക്കോബിനുകൾ എന്നറിയപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത് ജാക്കോബിൻ കോൺവെൻറ്റിൽ ആയിരുന്നതിനാൽ കേട്ടോ. ഈ ഭാഗം ജാക്കോബിനുകൾ എന്നറിയപ്പെടുന്നതിന് കാരണമാണ് ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത് ജാക്കോബിൻ കോൺവെൻറ്റിലായിരുന്നു. ഈ ജാക്കോബിൻ സംഘടനയുടെ പ്രധാന നേതാവായിരുന്നു റോബിസ്പിയർ. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുക്കുന്ന ഫ്രാൻസിലെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്ത് നിന്ന് വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നവർ അറിയപ്പെട്ടിരുന്നതാണ് ജിറോണ്ടുകൾ. ജാക്കോബിനുകളിൽ നിന്ന് ജിറോണ്ടിസ്റ്റുകൾക്കുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മിതവാദ നിലപാടുകാരായിരുന്നു. ഭൂവുടമകളും വ്യാപാരികളുമായി ഉയർന്ന ഉന്നത വർഗക്കാരുടെ പ്രതിനിധികളായിരുന്നതാണ് ജിറോണ്ടിസ്റ്റുകൾ. അപ്പോൾ എന്താ, ഫ്രഞ്ച് വിപ്ലവത്തിന് പങ്കെടുക്കുന്ന ഫ്രാൻസിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്ത് നിന്ന് വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നവർ അറിയപ്പെടുന്നതാണ് ജിറോണ്ടിസ്റ്റുകൾ. ജാക്കോബിനുകളിൽ നിന്ന് ജിറോണ്ടിസ്റ്റുകൾ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മിതവാദ നിലപാടുകാരായിരുന്നു. ഭൂവുടമകളും വ്യാപാരികളുമായ ഉന്നത വർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നത് 1795 കേട്ടോ.
അതായത് ഭീകരവാഴ്ച അവസാനിച്ച ശേഷം ഫ്രാൻസിലെ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നത് 1795. പിന്നെ പുതിയ ഭരണഘടനാ പ്രകാരം നിലവിൽ വന്ന ഭരണഘടനാ സംവിധാനമാണ് ഡയറക്ടറി. എത്ര അംഗങ്ങൾ അടങ്ങിയ ഭരണസമിതിയായിരുന്നു ഡയറക്ടറി? 5 അംഗങ്ങൾ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഫലം എന്തായിരുന്നു വെച്ചാൽ ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച. ഫ്രാൻസിൽ നടപ്പിലാക്കിയ ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം അറിയപ്പെടുന്നതാണ് മെട്രിക് സമ്പ്രദായം. ആധുനിക ദേശീയത എന്ന ആശയം ഏത് വിപ്ലവത്തിൻ്റെ ഫലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെയല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാകാൻ തുടങ്ങിയത് ഏത് വിപ്ലവം മുതലാണ്? ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഡയറക്ടറികളെ പുറത്താക്കാൻ അധികാരം പിടിച്ചെടുത്തിട്ടുള്ളത് നെപ്പോളിയൻ ബോണാപാർട്ട്. ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് നെപ്പോളിയൻ. ഫ്രഞ്ച് സൈന്യത്തിൻ്റെ നെപ്പോളിയൻ വഹിച്ചിരുന്ന പദവിയാണ് ബ്രിഗേഡിയർ ജനറൽ. ഡയറക്ടറിന് പകരമായി നെപ്പോളിയൻ സ്ഥാപിച്ച പുതിയ ഭരണ സംവിധാനം എന്ന് വെച്ചാൽ 3 കോൺസൽമാർ അടങ്ങുന്ന ഭരണ സംവിധാനം. കോൺസൽ ഭരണ സംവിധാനത്തിലെ 1ാം കോൺസൽ ആയിരുന്നു നെപ്പോളിയൻ. ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം അധികാരത്തിലേറിയതാണ് നെപ്പോളിയൻ ബോണാപാർട്ട്. ആരുമായി നെപ്പോളിയൻ ഉണ്ടാക്കിയ കരാറായിരുന്നു കൺകോർഡറ്റ് പോപ്പുമായിട്ട്. ഫ്രാൻസിൽ കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കാൻ കാരണമായ കരാറായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺകോർഡറ്റ്. വ്യത്യാസം സാർവത്രികമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി നെപ്പോളിയൻ്റെ കാലത്ത് സ്ഥാപിച്ച സർക്കാർ നിയന്ത്രണത്തിലെ വിദ്യാലയങ്ങളെ വെച്ചാൽ ലിസേ. നെപ്പോളിയൻ്റെ കാലത്ത് ആരംഭിച്ച ദേശീയ സർവകലാശാല സമ്പ്രദായം വെച്ചാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ്. നെപ്പോളിയൻ്റെ കാലത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഏകീകൃത കറൻസി സമ്പ്രദായം നടപ്പിലാക്കാനായി സ്ഥാപിച്ച ബാങ്ക് ഓഫ് ഫ്രാൻസ്. നെപ്പോളിയൻ്റെ മുഖ്യ ശത്രു ഏത് രാജ്യമായിരുന്നു വെച്ചാൽ ബ്രിട്ടൻ. നെപ്പോളിയൻ്റെ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനായി നെപ്പോളിയൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ. ബ്രിട്ടൻ നെപ്പോളിയനുമായി അന്തിമ വിജയം നേരിടുന്ന യുദ്ധം വെച്ചാൽ 1815 വാട്ടർലൂ യുദ്ധം. ബ്രിട്ടൻ നെപ്പോളിയനുമായിട്ട് അന്തിമ വിജയം, അതായത് നെപ്പോളിയൻ തോറ്റതായിരുന്നു അത് ആ ഒരു വാട്ടർലൂ യുദ്ധം. നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ചേർന്ന യോഗമാണ് വിയന്ന സമ്മേളനം. വിയന്ന സമ്മേളനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഓസ്ട്രേലിയൻ ചാൻസലറാണ് മെറ്റേണിച്ച്. ഏത് സംഭവത്തോടെയാണ് യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചത്? വിയന്ന സമ്മേളനം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അസൈനൈറ്റ്. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയായിരുന്നു അസൈനൈറ്റ്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുവാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ട് പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ സർക്കാർ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടിച്ചിറക്കാൻ തുടങ്ങി. ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസിയിലെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. 1796 ആയപ്പോഴേക്കും അസൈനാറ്റ് മൂല്യം നഷ്ടപ്പെട്ടു ഗില്ലറ്റിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 1789-99 കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം ചെയ്ത് വധിക്കാനായി ഉപയോഗിച്ച ഭയാനകമായ ഉപകരണം വെച്ച് ഗില്ലറ്റിൻ. ഈ ആശയം നിർദ്ദേശിച്ച ആരുടെ പേരിലാണ് ഉപകരണം അറിയപ്പെട്ടിരുന്നത്? ഡോക്ടർ ജോസഫ് ഇഗ്നാൻ ഗില്ലറ്റിൻ. ലൂയി 16 രാജാവിനെയും മാരി അന്റോണിയറ്റിനെയും രാജ്ഞിയെയും വധിച്ചത് എങ്ങനെ ഗില്ലറ്റിൻ ഉപയോഗിച്ച്. ഭീകരവാഴ്ചയുടെ കാലത്ത് ഗില്ലറ്റിന് വിധേയമാക്കപ്പെട്ട വിപ്ലവ നേതാവാണ് റോബിസ്പിയർ. ഏത് രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യ സമരത്തിലെ ആലങ്കാരിക പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ സമരം? അമേരിക്കയിലെ. ഏത് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിക്കുകയും അവയിൽ മോചനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെട്ട ഫീജിയൻ തൊപ്പികൾ തൂക്കുകയും ചെയ്തിരുന്നത്? ഫ്രഞ്ച് വിപ്ലവം. തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരിച്ച ടിപ്പു സുൽത്താൻ.